Alien Romulus is simply one of the best movie I have seen so far this year. കിടിലം പടം, നല്ല എക്സെപ്ഷണൽ പടം. കാരണം ദിസ് ഈസ് ഹൗ യു മേക്ക് എ ഫ്രാഞ്ചൈസ് മൂവി. വെറുതെ വയറിളക്കിയ പോലെ വെറുതെ കുറേ പടം ഇറക്കാണ്ട് ഒരു ഫ്രാഞ്ചൈസിനെ പറ്റിയ മികച്ചൊരു പടം. അത് എത്ര വർഷം എടുത്തിട്ടാലും കുഴപ്പമില്ല, എടുക്കുമ്പോൾ കിടിലായിട്ട് ചെയ്യുക. ഒരു സീക്വലും ഇല്ല, ഒരു പ്രീക്വലും ഇല്ല, ഒരു അടുത്ത പാട്ടും ഇല്ല. ഈ ഒറ്റ പടം അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ള ഒരു മോഡ് നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു പടം. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ഇതിൻ്റെ ടീമിനും ഡയറക്ടറായ ഫെഡൈൽ വാരിസിനുമാണ്. ആ പഴയ റിലീസ് സ്കോട്ടിൻ്റെ ജെയിംസ് ക്യാമറോണൊക്കെ ആ ഒരു പടം നമ്മൾ കാണുന്ന ഒരു ഫീലാണ് ഇതിൽ കംപ്ലീറ്റ്ലി കിട്ടും. ആദ്യമായിട്ടൊരു ഏലിയൻ പടം കാണുന്നൊരു ഫീൽ കിട്ടും. ആദ്യമായിട്ടല്ല നമ്മളിത് കാണുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് എ 7th ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ദിസ് ഫ്രാഞ്ചൈസ്. 7th മാത്രമല്ല, മറ്റേ നമ്മുടെ ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ സിനിമകളും കൂടി കൂട്ടിയാൽ ഇത് 9ാമത്തെ പടമാണ്. ഇത്രയും പടങ്ങൾ നമ്മൾ കണ്ടിട്ടും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീല് നൽകാൻ ഈ സിനിമയിലെ കുറേ ഫാക്ടേഴ്സ് ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ ആൻഡ് പ്ലോട്ടാണ്. നമ്മൾ കുറേ സിനിമകളിൽ ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തന്നെ ഒരു ടൈപ്പ് വരുന്നൊരു ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഫ്രാഞ്ചൈസിനെ ഇഷ്ടപ്പെട്ട് കാണുന്നവർ, അല്ലെങ്കിൽ തറവായിട്ട് ഈ ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഈ ഫ്രാഞ്ചൈസുമായിട്ടുള്ളവരൊക്കെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യുന്ന ചെറിയ ഇപ്പോൾ പഴയ കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും നമ്മൾ ഇന്നത്തെ സിനിമയിൽ കാണാൻ പറ്റില്ല. ആ ഒരു 70s 80s കണ്ടിട്ടുള്ള ആ സിനിമയുടെ ആ ഒരു മോഡ് നമുക്ക് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് ഒരു നല്ലൊരു ഹൈ ഡെഫിനിഷൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും, അതുപോലെ റീഡിഫൈൻ ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു റീബൂട്ട് പടമല്ല, ഇതൊരു സീക്വലോ പ്രീക്വലോ ഒന്നുമല്ല, ഇതൊരു ഇൻട്രക്വലാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സീക്വൽ എന്ന് പറയാം. ആദ്യത്തെ ഫസ്റ്റ് ഏലിയൻ മൂവിയും ഏലിയൻസ് എന്ന രണ്ടാമത്തെ മൂവിയുടെ ഇടയിൽ നടക്കുന്നൊരു കഥയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത്. ആൻഡ് ആ ഒരു കഥയിൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഈ സിനിമ പ്രോപ്പറായിട്ട് ഫിറ്റിംഗ് ആവുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് മൂവിയായിട്ട് ടൈപ്പ് ചെയ്യുന്നതും സെക്കൻഡ് മൂവിയായിട്ടും ഈവൻ പ്രൊമിത്യസ് സിനിമകളുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ വേണം ഒരു ഫ്രാഞ്ചൈസ് മൂവി എടുക്കുന്നത് നമുക്ക് തന്നെ പല സമയത്തും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഇതിൽ കിട്ടിയ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ്. ഇതിനു മുമ്പ് എനിക്ക് തന്നെ ഹോളിവുഡിൽ ഇതുപോലെ ഈ റീസെൻ്റ്ലി കിട്ടിയത് ഇപ്പോൾ ടോപ്പ് ഗൺ മാവറിക്കിലൊക്കെയാണ് ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയത്. അല്ലാതെ വേറെ കുറേ സിനിമകളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീൽ നമുക്ക് തരില്ല. അതേപോലത്തെ ഒരു പടം തുടക്കം മുതൽ അവസാനം വരെ ഒരു സീൻ പോലും സിനിമയിൽ അനാവശ്യമായിട്ടില്ല. എനിക്ക് ഒരു സീൻ പോലും ലാഗ് അടിക്കുകയോ ബോറടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ് മൂവി. ഈ സിനിമ സെറ്റ് ചെയ്ത ആ ഒരു പോർഷൻ വരെ എത്താൻ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൈം എടുക്കുന്നുണ്ട്. അതും ഗംഭീരമായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഫ്രാഞ്ചൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീറ്റെയിലിംഗ് കാര്യങ്ങളും ഒരുപാട് ഈസ്റ്റർ എക്സ് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്തിട്ടാണ് ആ ഒരു പോർഷൻ കാണിക്കുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇത് ഈ എന്താ പറയുക, ഇപ്പോൾ ഡോൺ ബ്രീത്തും ഈവിൾ ഡെഡ് എടുത്തൊരു ഡയറക്ടറാണ്. അങ്ങേർക്ക് അറിയാം എങ്ങനെ ഹൊറർ ഹാൻഡിൽ ചെയ്യണമെന്ന്. ആ ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് സ്പേസിലുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയല്ല, ഇറ്റ്സ് എ പക്ക ഹൊറർ മൂവി. സോ ജംസ്കെയർസ് ഉണ്ട്, ബാക്കിയുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡെലിവർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ഫെഡെ അൽവാരിസ് കരിയറിൽ തന്നെ ഏറ്റവും മികച്ച മൂവീസ് അല്ലെങ്കിൽ ടോപ്പ് മൂവീസിൽ നിൽക്കും എങ്ങനെ പോയാലും ഈ ഒരു പടം അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന റിസപ്ഷൻ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ അറിവിൽ വളരെയധികം കുറവാണ്. കാരണം എല്ലാ ഏലിയൻ സിനിമകളും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്യാൻ അറിയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് സിനിമയ്ക്ക് പോകാതിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കരുത്. നിങ്ങളിപ്പോൾ ഒരു ഏലിയൻ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ കയറി കണ്ടുവെക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തറയായിട്ട് ഒരു ഫ്രാഞ്ചൈസിൻ്റെ പടമാണ്, ഫ്രാഞ്ചൈസി ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ അവരോടൊക്കെ കുറേ ഈസ്റ്റർ എഗ്സും കുറേ കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുമെങ്കിലും അല്ലാത്തവരെ പോലും പ്രീതിപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഈ ഏലിയൻ സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് അറിയാം. ഒരു സീൻ പോലും അനാവശ്യമായിട്ട് ഉണ്ടാവില്ല. അവസാനത്തെ വേണമെങ്കിൽ ഒരു 5 മിനിറ്റിന് കാണിക്കുന്ന സീക്വൻസിലടക്കം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് ആ സീനിനടക്കം ഗംഭീരമായിട്ട് എലിവേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവയ്ക്കാറ്. അതേപോലെയാണ് സിനിമയിൽ എല്ലാ സീക്വൻസും സീൻ ബൈ സീൻ, സീക്വൻസ് ബൈ സീക്വൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പടം. ടോപ്പ് ടു എൻഡ്. അതുകൊണ്ട് തന്നെ ഒരു നെയിൽ ബൈറ്റിംഗ് സീറ്റ് എഡ്ജ് ത്രില്ലർ എക്സ്പീരിയൻസ് നൽകുന്ന മറ്റൊരു ഫെഡെ അൽവാരിസ് ചിത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങേരുടെ ഡയറക്ഷനിൽ ഐ വാസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ആൻഡ് ഈ ഒരു ടീം, ഈ ഒരു ക്രൂ മെമ്പേഴ്സ് ചെയ്തിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രാക്ടിക്കൽ എഫക്ട്സിൻ്റെ കുറേ യൂസ് ഇന്ന് കാണുന്ന പല സിനിമകളും നമുക്ക് കിട്ടാത്തത് ആ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ CGI AI അധികം യൂസ് ചെയ്യുകയാണ്. ഇതിൽ എവിടെ VFX നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അത്ര നീറ്റായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കൽ എഫക്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഏലിയൻ സിനിമകളിലെല്ലാം തന്നെ പ്രത്യേകത അതായിരുന്നു. ആ ഒരു പ്രാക്ടിക്കാലിറ്റി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അധികം റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. ആദ്യ സിനിമകളിലൊക്കെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു
ആനിമെട്രോണിക്സ് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഏലിയൻസിലൊക്കെ തന്നെ അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇവിടെ റോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല, എല്ലാം ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടും ഈ സിനിമയുടെ ഓവറോൾ എലിവേഷൻ മൊത്തത്തിൽ മാറുന്നുണ്ട്. സോ എനിക്കൊരു കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടിയത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. ഫ്രാഞ്ചൈസിന് ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും രണ്ട് കൂട്ടരെയും പ്രോപ്പർലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ മിസ്സാക്കരുത്. സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പൊളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് ഗൺ അവർക്ക് കഴിഞ്ഞിട്ട് ഇത്ര ഗംഭീര ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഒരുപക്ഷെ ഇതിലായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒരു സ്കെയിലൊക്കെ ഉണ്ട്, ഇവരുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്കെയിൽ. ഇത് പല സമയത്തും ഇതൊരു ഇൻട്രസ്റ്റെല്ലർ പടമാണ്, അല്ലെങ്കിൽ പല സമയത്തും ഇതൊരു വേറെ ഒരു അടുത്ത ഡോൺ ബ്രീത്താണ്, ഒരു സ്പേസിൽ നടക്കുന്ന ഡോൺ ബ്രീത്ത് എന്ന രീതിയിൽ ഈ സിനിമ അപ്രോച്ച് ചെയ്താൽ ഒറ്റ ലൈനിൽ പറഞ്ഞാൽ ആ ഒരു മോഡ് തന്നെയാണ് ഈ പടം. സ്പേസിൽ നടക്കുന്ന ഡോൺ ബ്രീത്ത് അത് പ്രതീക്ഷിച്ച് പോയാൽ അതിൻ്റെ രണ്ടരട്ടി എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഇതിന് അടുത്ത പാർട്ടുണ്ട്, അതുണ്ട്, എന്നും നല്ല സിനിമ നിർത്തുന്നത്. പ്രോപ്പറായിട്ടുള്ള സ്റ്റാർട്ടിങ് ഒരു എൻഡിങ് ഉണ്ട്, നീറ്റായിട്ടുള്ള സ്റ്റോറി ലൈൻ ആൻഡ് വെൽ എക്സിക്യൂട്ടഡ് മൂവി. സോ മസ്റ്റ് വാച്ച് ഐറ്റം, തീർച്ചയായിട്ടും മിസ്സാക്കരുത്. മിസ്സായി കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇത് തിയേറ്ററിൽ കാണാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അപ്പക്കരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. കിടിലം എക്സ്പീരിയൻസ് ആണ്, മിസ്സാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓൾറെഡി ഈ ഒരു സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.